1201 ആണ്ട് പുതുവർഷ നക്ഷത്രഫലം, രാശിഫലമാണ്, കൂറുഫലം, ധനുക്കൂറ്. ഇപ്പൊ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? മൂലം, പൂരാടം, ഉത്രാടം, കാലി. മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷം, ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷം 2025 ഒക്ടോബർ 18 വരെ വേഴം 7-ലും, അതിനുശേഷം 8-ലും, 2025 ഡിസംബർ 5-ന് ശേഷം വേഴം വീണ്ടും 7-ലും, 2026 ജൂൺ 1-ന് ശേഷം 8-ലും, ശനി 4-ലും, രാഹു 3-ലും, കേതു 9-ലും വരുന്നതിനാൽ ഇവർക്ക് പുതുവർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. ഗുണദോഷ, അതായത് ഗുണങ്ങളും ഉണ്ടാവും ദോഷങ്ങളുണ്ടാവും. ഗുണദോഷ ഫലങ്ങളാണ് കാണുന്നത്. ഇവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകാം എന്ന് നോക്കാം. ഗ്രഹനിർമ്മാണം നടക്കാൻ സാധ്യതയുണ്ട്. ഇവർ പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നല്ലൊരു സമയമാണ് ഇപ്പോഴുള്ളത്. വസ്തുലാഭം ഉണ്ടാകും. വസ്തുക്കളിൽ നിന്ന് ലാഭം ഉണ്ടാകും, അല്ലെങ്കിൽ വസ്തു വാങ്ങാൻ സാധിച്ചെന്നും വരും. സൽകീർത്തി ഉണ്ടാകും. ഇവരുടെ പ്രവർത്തികളിൽ നിന്നും ഇവർക്ക് സൽകീർത്തി കേൾക്കാനും ഇടവരും. വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കും. വിവാഹ സംബന്ധമായ മംഗളകർമ്മങ്ങളിൽ ബന്ധുക്കളോടൊപ്പം സഹകരിക്കുവാനും അതോടൊപ്പം തന്നെ ആ പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടാനും ഇവർക്ക് സാധിച്ചെന്നു വരും. ദാമ്പത്യമായി സുഖം ഉണ്ടാകുന്ന അവസ്ഥയായിരിക്കും. ദാമ്പത്യ ഗുണമുണ്ടാകും. ഗ്രഹപുഷ്ടി ഉണ്ടാകും. ഗ്രഹത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. സന്താന പുരോഗതി ഉണ്ടാകും. സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. സന്താന ഗുണം ഉണ്ടാകും. വാഹന ലാഭം ഉണ്ടാകും. വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങാനും വാഹനങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കുവാനും ഇവർക്ക് സാധിച്ചെന്ന് വരും. പുണ്യതീർത്ഥയാത്ര ചെയ്യാം. പുണ്യതീർത്ഥയാത്ര പോകാൻ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ, ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഇടവരും. വിശേഷ വസ്ത്രധാരണത്തിനായി വിശേഷ വസ്ത്രങ്ങൾ ലഭിക്കാനായിട്ട് സാധിച്ചെന്ന് വരും. വ്യാപാര നേട്ടമുണ്ടാകും. കച്ചവട സംബന്ധമായി, വ്യാപാര സംബന്ധമായി, ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കും. മത്സരാദികളിൽ വിജയം ഉണ്ടാകും. വിദേശയാത്രാ സംബന്ധമായ ഗുണങ്ങൾ ഇവർക്കുണ്ടാകും. വിദേശയാത്രക്ക് പോകാൻ സാധിച്ചെന്ന് വരും. വിദേശയാത്രയിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇനി ചില ദോഷാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകും. രാഷ്ട്രീയക്കാർക്ക് സ്ഥാനചലനങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. മാതൃജനക്ലേശം ഉണ്ടാകും. അതായത് അമ്മ വഴിയുള്ള ജനങ്ങൾക്ക് ക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യഹീനതയുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ബന്ധുവിരോധം, ബന്ധുജനങ്ങളുടെ വിരോധം കേൾക്കാനോ കാണാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ സാധ്യത വരും. ദാമ്പത്യ ദോഷം ഉണ്ടാകും. ദാമ്പത്യ കാര്യങ്ങളിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. ധനച്ചെലവ് കൂടി എന്ന് വരും. ശത്രുഭയം ഉണ്ടാകും. ശത്രുദോഷങ്ങൾ ഉണ്ടാകും. ഇവർക്ക് ശനി 4-ൽ വരുന്നതിനാൽ ഇവരെ സംബന്ധിച്ച് കണ്ടക ശനിയായിരിക്കും. ആർക്ക്? ഈ മൂലം, പൂരാടം, ഉത്രാടം കാലിൽ വരുന്ന ധനുക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടക ശനി സമയമായത്. അപ്പൊ കണ്ടക ശനി ദോഷവും ഇവർക്ക് ഏൽക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്.